ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ഭാഗത്തിൽ സീതാദേവി തന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകി ഭൂമിദേവിയുടെ മടിയിലേക്ക് മടങ്ങിയ മഹാദുഃഖകരമായ സംഭവം നമ്മൾ കണ്ടു. സീതയെ നഷ്ടപ്പെട്ട വേദനയിൽ ശ്രീരാമന്റെ ഹൃദയം തകർന്നെങ്കിലും ലവകുശന്മാർ ഇനി പിതാവായ ശ്രീരാമന്റെ സംരക്ഷണത്തിലായിരുന്നു. അങ്ങനെ വർഷങ്ങളായി കാത്തിരുന്ന ഒരു കുടുംബ സംഗമം സംഭവിച്ചു. എങ്കിലും അതിന്റെ പിന്നിൽ അമ്മയുടെ വിരഹത്തിന്റെ വലിയൊരു വേദന ഉണ്ടായിരുന്നു. അധ്യായം 10. സീതാദേവിയുടെ ഭൂമി പ്രവേശനത്തിന് ശേഷം രാമൻ ലവകുശന്മാരെ സ്നേഹത്തോടെ തന്റെ അരികിലിരുത്തി. അവരെ കണ്ടപ്പോൾ അയോധ്യയിലെ ജനങ്ങളുടെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു. ഇവരാണ് നമ്മുടെ രാജകുമാരന്മാർ എന്ന് ജനങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു. വർഷങ്ങളോളം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വളർന്നിരുന്ന ലവനും കുശനും ആദ്യമായി അയോധ്യയുടെ മഹത്വം നേരിൽ കണ്ടു. ഉയർന്ന കൊട്ടാരങ്ങൾ, വിശാലമായ രാജവീഥികൾ, ക്ഷേത്രങ്ങൾ, വേദഘോഷങ്ങൾ, രാമനാമം മുഴങ്ങുന്ന വഴികൾ എല്ലാം അവരെ അത്ഭുതത്തോടെ നോക്കി. പക്ഷേ അവരുടെ മനസ്സിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. അമ്മ സീത അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. രാമൻ തന്റെ മക്കളെ അരികിലിരുത്തി അദ്ദേഹം പറഞ്ഞു, മക്കളെ, നിങ്ങൾ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ നേടിയ ജ്ഞാനവും ധർമ്മവും ഒരിക്കലും ഉപേക്ഷിക്കരുത്. രാജകുമാരന്മാരാകുന്നതിന് മുമ്പ് നിങ്ങൾ ധർമ്മത്തിന്റെ പുത്രന്മാരാകണം. ലവകുശന്മാർ പിതാവിന്റെ വാക്കുകൾ ഭക്തിയോടുകൂടി കേട്ടു. പിതാവേ, ഗുരുദേവൻ ഞങ്ങളെ പഠിപ്പിച്ചതെല്ലാം ഞങ്ങൾ എന്നും ഓർക്കും. രാമന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന് വാൽമീകി മഹർഷിയോടും സീതയോടും ഹൃദയം നിറഞ്ഞ നന്ദിയായിരുന്നു. സീത തന്റെ മക്കളെ എത്ര മഹത്തായ രീതിയിലാണ് വളർത്തിയത്. അയോധ്യയിൽ എത്തിയ ശേഷം ലവകുശന്മാരുടെ പഠനം അവസാനിച്ചില്ല. വേദങ്ങൾ, വേദാംഗങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, രാജനീതി, അസ്ത്രവിദ്യ, സംഗീതം എന്നിവയിൽ അവർ കൂടുതൽ പ്രാവീണ്യം നേടി. അവർക്ക് രാമൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ മാതൃക. രാമൻ എങ്ങനെ ജനങ്ങളോട് പെരുമാറുന്നു എന്നവർ നേരിൽ കണ്ടു. ഒരു ദരിദ്രൻ രാജസദസ്സിലെത്തിയാൽ രാമൻ അവന്റെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കും. ഒരു ബ്രാഹ്മണൻ വന്നാൽ ആദരിക്കും. ഒരു യോദ്ധാവ് വന്നാൽ അവന്റെ ധൈര്യം പ്രശംസിക്കും. ഒരു സാധാരണ പ്രജയുടെ വിഷമം കേട്ടാലും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ലവകുശന്മാർ രാജധർമ്മം പഠിച്ചു. ഒരു ദിവസം കുശൻ പിതാവിനോട് ചോദിച്ചു, പിതാവേ, രാജാവിന് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഏതാണ്? രാമൻ പറഞ്ഞു, മകനെ, രാജാവിന് സ്വന്തം സുഖത്തേക്കാൾ പ്രജകളുടെ ക്ഷേമമാണ് പ്രധാനം. ലവൻ ചോദിച്ചു, അപ്പോൾ രാജാവിന് സ്വന്തം ദുഃഖം മറക്കേണ്ടി വരുമോ? രാമൻ ഒരു നിമിഷം നിശബ്ദനായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ സീതയുടെ മുഖം തെളിഞ്ഞു. പിന്നെ അദ്ദേഹം പതുക്കെ പറഞ്ഞു, ചിലപ്പോൾ അതാണ് രാജധർമ്മത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം. ലവകുശന്മാർ ആ വാക്കുകളുടെ ആഴം അന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയില്ല. പക്ഷേ കാലം കടന്നപ്പോൾ അവർ അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി. അയോധ്യയിൽ എല്ലാം സന്തോഷകരമായി തോന്നിയെങ്കിലും രാമന്റെ ഉള്ളിൽ സീതയുടെ ഓർമ്മ എന്നും ജീവിച്ചിരുന്നു. രാജകാര്യങ്ങൾ കഴിഞ്ഞ് രാത്രിയിൽ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുമ്പോൾ സീതയെ ഓർക്കും. അവളുടെ പുഞ്ചിരി, അവളുടെ മൃദുവായ വാക്കുകൾ, വനവാസത്തിലെ ദിവസങ്ങൾ, അശോകവനത്തിലെ അവളുടെ ദുഃഖം, അയോധ്യയിലെ സന്തോഷകാലം, പിന്നീട് ഉണ്ടായ വിരഹം എല്ലാം രാമന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോകും. ലവകുശന്മാർ പിതാവിന്റെ അരികിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ രാമൻ അവരെ നോക്കി നിശബ്ദനാകും. കാരണം
അവരുടെ മുഖത്ത് അദ്ദേഹത്തിന് സീതയെ കാണാമായിരുന്നു. ലവന്റെ കണ്ണുകളിൽ സീതയുടെ ശാന്തത, കുശന്റെ മുഖത്ത് സീതയുടെ ധൈര്യം. രാമൻ മനസ്സിൽ പറയും, സീതയെ, നീ ഇല്ലെങ്കിലും നിന്റെ സ്നേഹം എൻ്റെ മക്കളിൽ ജീവിക്കുന്നു. അങ്ങനെ കാലം കടന്നു. ലവകുശന്മാർ യൗവനത്തിലേക്ക് വളർന്നു. അവർ മികച്ച വില്ലാളികളായി, ധർമ്മജ്ഞരായി, ജനങ്ങളുടെ പ്രിയപ്പെട്ടവരായി തീർന്നു. അവർ രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ മഹർഷിമാർ പോലും അവരുടെ ജ്ഞാനം പ്രശംസിച്ചു. ജനങ്ങൾ പറഞ്ഞു, രാമന്റെ പുത്രന്മാർ പിതാവിനെ പോലെ തന്നെയാണ്. രാമൻ അത് കേട്ട് വളരെ സന്തോഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അവരുടെ മഹത്വത്തിന്റെ അടിത്തറയിൽ വാൽമീകി മഹർഷിയുടെ ജ്ഞാനവും സീതാദേവിയുടെ ത്യാഗവും ഉണ്ടെന്ന്. അയോധ്യയിൽ ധർമ്മം നിറഞ്ഞ ഭരണമായിരുന്നു. ജനങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു. കാലത്ത് മഴ ലഭിച്ചു. വിളകൾ സമൃദ്ധമായി. രോഗങ്ങളും ദാരിദ്ര്യങ്ങളും കുറയുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾ രാമനെ സ്നേഹത്തോടെ ആരാധിച്ചു. ഇതാണ് രാമരാജ്യം എന്ന് അവർ അഭിമാനത്തോടെ പറഞ്ഞു. എന്നാൽ ഭൂമിയിലെ ഏതു ജീവിതത്തിനും ഒരു അവസാനമുണ്ട്. അവതാര പുരുഷനായ ശ്രീരാമന്റെയും ഭൂമിയിലെ ദൗത്യം പൂർത്തിയാകുന്ന സമയം അടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അയോധ്യയിൽ ഒരു അത്ഭുതകരമായ സംഭവം നടന്നു. കാലദേവൻ ഒരു മഹാതപസ്യയുടെ രൂപത്തിൽ രാമന്റെ സന്നിധിയിലെത്തി. അദ്ദേഹം പറഞ്ഞു, രാമ, നിന്നോട് ഒരു രഹസ്യ സംഭാഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ സംഭാഷണം നടക്കുമ്പോൾ ആരും നമ്മുടെ അടുത്തേക്ക് വരരുത്. രാമൻ സമ്മതിച്ചു. ലക്ഷ്മണനോട് അദ്ദേഹം വാതിൽ കാക്കാൻ നിർദ്ദേശിച്ചു. ആരും അകത്ത് പ്രവേശിക്കരുത്. ലക്ഷ്മണൻ ഭക്തിപൂർവം ആജ്ഞ സ്വീകരിച്ചു. അങ്ങനെ രാമനും കാലദേവനും തമ്മിൽ ഗൗരവമുള്ള സംഭാഷണം ആരംഭിച്ചു. കാലം രാമനെ ഓർമ്മിപ്പിച്ചു, ഭൂമിയിലെ അവതാര ദൗത്യം പൂർത്തിയാകുന്ന സമയം അടുത്തിരിക്കുന്നു. രാമൻ എല്ലാം ശാന്തമായി കേട്ടു. അപ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. മഹാകോപിയായ ദുർവാസ മഹർഷി അയോധ്യയിലെത്തി. അദ്ദേഹം രാമനെ ഉടനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ലക്ഷ്മണൻ വാതിക്കൽ നിന്നിരുന്നു. അകത്ത് രാമന്റെ രഹസ്യ സംഭാഷണം നടക്കുകയാണ്. ലക്ഷ്മണൻ വിനയത്തോടെ അറിയിച്ചു, മഹർഷേ, അല്പസമയം കാത്തിരിക്കണമേ. എന്നാൽ ദുർവാസൻ പറഞ്ഞു, എനിക്ക് ഉടനെ തന്നെ രാമനെ കാണണം. ലക്ഷ്മണന്റെ ഹൃദയം വിഷമിച്ചു. ഒരു വശത്ത് രാമന്റെ ആജ്ഞ, മറുവശത്ത് മഹർഷിയുടെ കോപം. അവൻ ചിന്തിച്ചു, ഞാൻ രാമന്റെ വാക്ക് ലംഘിച്ചാൽ എനിക്ക് ശിക്ഷ ലഭിക്കും. എന്നാൽ മഹർഷിയെ തടഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശാപം അയോധ്യയെ തന്നെ ബാധിച്ചേക്കാം. അവസാനം ലക്ഷ്മണൻ ഒരു തീരുമാനമെടുത്തു. സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടാലും രാമനെ അറിയിക്കാം. അവൻ അകത്തു പ്രവേശിച്ചു. രാമനും കാലദേവനും തമ്മിലുള്ള സംഭാഷണം അങ്ങനെ അവസാനിച്ചു. രാമൻ പുറത്തു വന്നു. ദുർവാസ മഹർഷിയെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി. പക്ഷേ രാമന്റെ ഹൃദയത്തിൽ ഇപ്പോൾ വലിയൊരു വേദന. കാരണം തന്റെ ആജ്ഞ ലംഘിച്ച ലക്ഷ്മണനെ കുറിച്ച് ഒരു കഠിനമായ ധർമ്മപ്രശ്നം മുന്നിൽ വന്നിരുന്നു. രാമൻ ലക്ഷ്മണനെ നോക്കി. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ലക്ഷ്മണ, നീ എൻ്റെ വാക്ക് ലംഘിച്ചു. എന്നാൽ അതിനു പിന്നിൽ എൻ്റെ രാജ്യത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കാനുള്ള നിന്റെ ത്യാഗമാണ്. ലക്ഷ്മണൻ ശാന്തമായി പറഞ്ഞു, പ്രഭു, നിങ്ങളുടെ ആജ്ഞ എനിക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ്. എന്നാൽ നിങ്ങളുടെ കാരണമായി ഒരു മഹർഷിയുടെ ശാപം വരുന്നത് എനിക്ക് സഹിക്കാനായില്ല. രാമന്റെ ഹൃദയം തകർന്നു. അദ്ദേഹം ലക്ഷ്മണനെ ചേർത്ത് പിടിച്ചു. രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധം അന്ന് ലോകത്തിന് വീണ്ടും ഒരു മാതൃകയായി. അവസാനം ലക്ഷ്മണൻ സരയൂ നദിയുടെ തീരത്തേക്ക് പോയി. യോഗശക്തിയാൽ തന്റെ ദേഹത്തെ ഉപേക്ഷിച്ച് ദിവ്യലോകത്തിലേക്ക് പ്രവേശിച്ചു. രാമൻ ആ വാർത്ത കേട്ട് ദുഃഖത്തിൽ മുങ്ങി. അയോധ്യ മുഴുവൻ നിശബ്ദമായി. ലക്ഷ്മണന്റെ വേർപാട് രാമന്റെ ഹൃദയത്തെ ആഴത്തിൽ ബാധിച്ചു. സീത ഇതിനകം ഭൂമിയിലേക്ക് മടങ്ങിയിരുന്നു. ഇപ്പോൾ ലക്ഷ്മണനും വിട്ടുപോയി. രാമന്
തന്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയായി എന്ന ബോധ്യം കൂടുതൽ ശക്തമായി. അദ്ദേഹം മക്കളെ വിളിച്ചു. ലവനെയും കുശനെയും തന്റെ മുന്നിലിരുത്തി അദ്ദേഹം പറഞ്ഞു, മക്കളെ, ഇനി രാജ്യത്തിന്റെ ഭാരം നിങ്ങളുടെ ചുമലിലായിരിക്കും. ലവകുശന്മാർ കണ്ണീരോടെ പിതാവിനെ നോക്കി, പിതാവേ, അങ്ങയെ വിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? രാമൻ അവരെ ചേർത്ത് പിടിച്ചു. ധർമ്മത്തിന്റെ വഴിയിൽ നടക്കുക, പ്രജകളെ സ്വന്തം മക്കളെ പോലെ കാണുക, അതാണ് എനിക്ക് നിങ്ങൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം. ലവകുശന്മാർ പിതാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവരുടെ ഹൃദയത്തിൽ ഒരു ഭയം, പിതാവും നമ്മെ വിട്ടു പോകുമോ? അവരുടെ ഭയം വെറുതെ ആയിരുന്നില്ല. കാരണം ശ്രീരാമന്റെ ഭൂമിയിലെ അവതാരകാലം അവസാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കാലം വീണ്ടും അടുത്തെത്തി. രാമൻ തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും പ്രജകളെയും വിളിച്ചു. അയോധ്യയിലെ ജനങ്ങൾക്കറിയാമായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവ് ഇനി ഭൂമിയിൽ അധിക നാൾ ഉണ്ടാകില്ല. അവർ കരഞ്ഞു, പ്രഭോ, ഞങ്ങളെ വിട്ടു പോകരുതേ. രാമൻ അവരെ ആശ്വസിപ്പിച്ചു. ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ധർമ്മത്തിന്റെ വഴിയിൽ നിങ്ങൾ നടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവും. അങ്ങനെ രാമൻ സരയൂ നദിയിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. അവന്റെ കൂടെ അനേകം പ്രജകളും പുറപ്പെട്ടു. ലവകുശന്മാരുടെ കണ്ണുകളിൽ കണ്ണുനീർ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. ആദ്യം അമ്മ സീത, പിന്നെ ലക്ഷ്മണൻ, ഇപ്പോൾ പിതാവായ ശ്രീരാമനും. സരയൂ നദിയുടെ തീരത്ത് രാമൻ നിന്നു. അദ്ദേഹം അവസാനമായി അയോധ്യയെ നോക്കി. തന്റെ ജീവിതത്തിലെ എല്ലാ ഓർമ്മകളും മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയി. ദശരഥന്റെ പുത്രനായി ജനിച്ച കാലം, വിശ്വാമിത്രനോടൊപ്പം പോയ കാലം, സീതാ സ്വയംവരം, വനവാസം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ്, സീതാവിരഹം, ലവകുശന്മാരുടെ സംഗമം, അങ്ങനെയെല്ലാം അവസാനം രാമൻ സരയൂ നദിയിലേക്ക് പ്രവേശിച്ചു. അവന്റെ ദിവ്യരൂപം പ്രകാശിച്ചു. രാമൻ തന്റെ പരമധാമത്തിലേക്ക് മടങ്ങി. രാമന്റെ ഭൂമിയിലെ അവതാര ലീല അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ധർമ്മം അവസാനിച്ചില്ല. ലവനും കുശനും പിതാവിന്റെ പാരമ്പര്യം ഏറ്റെടുത്തു. അവർ മനസ്സിലാക്കി, രാജ്യം ഭരിക്കുക എന്നത് അധികാരം അനുഭവിക്കുക എന്നതല്ല, ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. അവർ അമ്മ സീതയുടെ കരുണയും പിതാവ് രാമന്റെ ധർമ്മവും ഹൃദയത്തിൽ സൂക്ഷിച്ചു. വാൽമീകി മഹർഷി നൽകിയ ജ്ഞാനവും അവരുടെ ജീവിതത്തിന് വഴികാട്ടിയായി. അങ്ങനെ രാമന്റെയും സീതയുടെയും ജീവിതത്തിന്റെ അടുത്ത അധ്യായം അവരുടെ പുത്രന്മാരിലൂടെ തുടർന്നു. ശ്രീരാമന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ധർമ്മത്തിന്റെ വഴി എപ്പോഴും എളുപ്പമല്ല. സീതയ്ക്ക് ത്യാഗം, ലക്ഷ്മണന് ത്യാഗം, രാമന് ത്യാഗം. പക്ഷേ അവരുടെ ജീവിതത്തിലെ ഓരോ ത്യാഗവും ധർമ്മത്തിന്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ലവകുശന്മാർക്ക് ലഭിച്ച ഏറ്റവും വലിയ പൈതൃകം രാജ്യമോ സമ്പത്തോ ആയിരുന്നില്ല. അമ്മ സീതയുടെ പരിശുദ്ധിയും പിതാവ് ശ്രീരാമന്റെ ധർമ്മവുമായിരുന്നു. അതുകൊണ്ടാണ് രാമകഥ അവസാനിച്ചാലും രാമധർമ്മം ഒരിക്കലും അവസാനിക്കാത്തത്. ശ്രീരാമചന്ദ്ര സ്വാമി കീ ജയ്, സീതാദേവി കീ ജയ്, ലവകുശന്മാർ കീ ജയ്. അടുത്ത ഭാഗം ശ്രീരാമന്റെ വൈകുണ്ഠ പ്രവേശം, അയോധ്യയുടെ കണ്ണീരിൽ അവസാനിച്ച രാമാവതാരം. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹനുമാൻ സ്വാമി കീ ജയ്.